നമസ്കാരം പ്രിയ സിനിമാ സ്നേഹികളെ, ഈ ആഴ്ചത്തെ ഫിലിം റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ആഴ്ച പ്രധാനമായും 3 സിനിമകളാണ് റിലീസായിരിക്കുന്നത്. പ്രതിച്ഛായ എന്നൊരു പടമുണ്ട്, കല്യാണമരം എന്നൊരു പടമുണ്ട്, മറ്റൊരു പടം ഡർബിയാണ്. നമ്മൾ ആദ്യമായി പ്രതിച്ഛായ എന്ന പടത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഡിജിറ്റൽ യുഗത്തിലെ രാഷ്ട്രീയ യുദ്ധം, അതാണ് ഈ ചിത്രത്തിൻ്റെ പ്രമേയം എന്ന് പറയുന്നത്. കേരളത്തിലെ സമകാലിക രാഷ്ട്രീയത്തെയും സൈബർ ഇടങ്ങളിലെ സ്വഭാവഹത്യകളെയും ആസ്പദമാക്കി ബി ഉണ്ണികൃഷ്ണൻ ഒരുക്കിയ ബൃഹത്തായ ചലച്ചിത്രമാണ് പ്രതിച്ഛായ. സത്യവും അസത്യവും തമ്മിലുള്ള അതിർവരമ്പുകൾ മാഞ്ഞു പോകുന്ന പോസ്റ്റ് ട്രൂത്ത് കാലഘട്ടത്തെ ഈ സിനിമ അടയാളപ്പെടുത്തുകയാണ്. മുഖ്യമന്ത്രി KN വർഗീസ് എന്ന ആദർശശാലിയായ രാഷ്ട്രീയക്കാരൻ്റെ വ്യക്തിത്വത്തെ തകർക്കാൻ പ്ലാൻ ചെയ്യുന്ന ഒരു വലിയ ഗൂഢാലോചനയിലാണ് സിനിമ ആരംഭിക്കുന്നത്. വെറുമൊരു ലൈംഗികാരോപണം എന്നതിനപ്പുറം അത് എങ്ങനെ കൃത്രിമമായി നിർമ്മിച്ചെടുക്കാം എന്ന് സിനിമ കാണിച്ചു തരികയാണ്. ജോൺ വർഗീസായി വേഷമിടുന്നത് നിവിൻ പോളിയാണ്. അദ്ദേഹം നാട്ടിലെത്തുന്നത് വൈകാരികമായ ഒരു മകൻ എന്ന നിലയിലല്ല, മറിച്ച് തൻ്റെ പിതാവിനെതിരെയുള്ള ഓരോ ഡിജിറ്റൽ തെളിവുകളെയും ശാസ്ത്രീയമായി പൊളിച്ചെടുക്കുന്ന ഒരു സൈബർ വാരിയർ ആയിട്ടാണ്. രാഷ്ട്രീയ എതിരാളികൾ തോക്കെടുക്കുമ്പോൾ ജോൺ തൻ്റെ ലാപ്ടോപ്പും ബുദ്ധിയും ഉപയോഗിച്ച് തിരിച്ചടിക്കുകയാണ്. അതാണ് ഈ സിനിമയെ വ്യത്യസ്തമാക്കുന്നത്. അടുത്ത കാലത്തിറങ്ങിയ നിവിൻ പോളിയുടെ ഏറ്റവും മികച്ച വേഷങ്ങളിലൊന്നാണിത്. അമിതമായ ഡയലോഗുകളോ ആക്ഷനുകളോ ഇല്ലാതെ തന്നെ കണ്ണുകൊണ്ടും ശരീരഭാഷ കൊണ്ടും നിവിൻ പോളി ജോണി എന്ന കഥാപാത്രത്തെ ഗംഭീരമാക്കിയിട്ടുണ്ട്. തൻ്റെ അച്ഛൻ നിരപരാധിയാണെന്ന് തെളിയിക്കാനുള്ള അയാളുടെ നിശബ്ദമായ പോരാട്ടം പ്രേക്ഷകരെ വൈകാരികമായി ബന്ധിപ്പിക്കുകയാണ്. KN വർഗീസ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് ബാലചന്ദ്ര മേനോനാണ്. അധികാരത്തിലിരിക്കുമ്പോഴും ഒറ്റപ്പെട്ടു പോകുന്ന ഒരു മനുഷ്യൻ്റെ നിസ്സഹായ അവസ്ഥ അദ്ദേഹം മനോഹരമായി അവതരിപ്പിച്ചു. സിനിമയുടെ വൈകാരികമായ അടിത്തറ അദ്ദേഹത്തിൻ്റെ പ്രകടനമാണെന്ന് തന്നെ പറയാം. പത്രപ്രവർത്തനം എന്നത് വെറുമൊരു ബിസിനസ് മാത്രമായി കാണുന്ന, ലാഭത്തിനു വേണ്ടി ആരെയും ചതിക്കാൻ മടിക്കാത്ത ഇന്നത്തെ ചില മാധ്യമ മുഖങ്ങളെ ഷറഫുദ്ദീൻ തൻ്റെ ക്രൂരമായ ചിരിയിലൂടെയും ഭാവങ്ങളിലൂടെയും സ്ക്രീനിൽ എത്തിച്ചിട്ടുണ്ട്. കേരള രാഷ്ട്രീയത്തിൽ മുൻപ് നടന്ന പല വിവാദങ്ങളെയും സിനിമ ഓർമ്മിപ്പിക്കുന്നുണ്ടെങ്കിലും അത് ഒരു പ്രത്യേക പാർട്ടിക്ക് വേണ്ടിയിട്ടുള്ള പ്രചാരണമല്ല, പകരം അധികാരം നിലനിർത്താൻ ഏതറ്റം വരെയും പോകുന്ന രാഷ്ട്രീയ സംവിധാനത്തെയാണ് സിനിമ വിമർശിക്കുന്നത്. പ്രതിച്ഛായ എന്ന പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പുറം ലോകം കാണുന്ന പ്രതിച്ഛായയും യഥാർത്ഥ മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം സിനിമ ചർച്ച ചെയ്യുകയാണ്. തിരക്കഥ സങ്കീർണമായ സൈബർ ക്രൈം കാര്യങ്ങൾ സാധാരണക്കാർക്കും മനസ്സിലാകുന്ന രീതിയിൽ ലളിതമാക്കി തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. പശ്ചാത്തല സംഗീതം നോക്കുവാണെങ്കിൽ ജസ്റ്റിൻ വർഗീസാണ്. സൈബർ സ്പേസിലെ പിരിമുറുക്കം സംഗീതത്തിലൂടെ മികച്ച രീതിയിൽ പ്രതിഫലിപ്പിച്ചിട്ടുണ്ട്. എഡിറ്റിംഗ് നോക്കുവാണെങ്കിൽ സിനിമയുടെ ദൈർഘ്യം എന്ന് പറയുന്നത് 2 മണിക്കൂർ 42 മിനിറ്റാണ്. അല്പം കൂടുതലാണെങ്കിലും ക്ലൈമാക്സിലെ വേഗതയാർന്ന കട്ടുകൾ സിനിമയെ വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. ആളുകളെയൊക്കെ നന്നായിട്ട് എൻഗേജിങ് ആക്കുന്നുണ്ട്. എന്തുകൊണ്ട് നിങ്ങൾ ഈ സിനിമ കാണണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിവിൻ പോളിയുടെ തിരിച്ചുവരവാണ്. നിവിൻ എന്ന നടൻ്റെ ഒരു കംബാക്ക് ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു വിരുന്നാണ്. ഇതൊരു റിയലിസ്റ്റിക് ത്രില്ലറാണോ എന്ന് ചോദിച്ചാൽ അമിതമായ മസാലകളില്ലാതെ യാഥാർത്ഥ്യത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് അനുയോജ്യമാണ് എന്ന് തന്നെ ഞാൻ പറയും. നാം സോഷ്യൽ മീഡിയയിൽ കാണുന്ന വാർത്തകൾ എത്രത്തോളം വിശ്വസിക്കാം എന്നതിനെക്കുറിച്ച് ഈ സിനിമ ഒരു വലിയ മുന്നറിയിപ്പ് തന്നെ നൽകുന്നുണ്ട്. ചുരുക്കത്തിൽ പ്രതിച്ഛായ കേവലം ഒരു സിനിമയല്ല, മറിച്ച് ഡിജിറ്റൽ കാലത്തെ രാഷ്ട്രീയ യുദ്ധങ്ങളെക്കുറിച്ചുള്ള ഒരു ഡോക്യുമെൻറ്റേഷൻ കൂടിയാണ്. ചിലയിടങ്ങളിൽ സിനിമയുടെ മെല്ലെപ്പോക്ക് അനുഭവപ്പെടുമെങ്കിലും ചിന്തിക്കുന്ന പ്രേക്ഷകർക്ക് ഇതൊരു മികച്ച അനുഭവമായിരിക്കും. പ്രതിച്ഛായ പോലുള്ള കനപ്പെട്ട രാഷ്ട്രീയ സിനിമകൾക്കിടയിൽ മനസ്സിന് കുളിർമയേകുന്ന ഒരു കുഞ്ഞു ചിത്രമാണ് കല്യാണമരം എന്ന പടം. ദേവനന്ദയും ധ്യാൻ ശ്രീനിവാസനും പ്രധാന വേഷത്തിലെത്തുന്ന ഈ കൊച്ചു സിനിമയെക്കുറിച്ചുള്ള ഒരു വിവരണം കൂടെ നമുക്ക് നോക്കാം. കല്യാണമരം എന്ന പടം പച്ചപ്പിൻ്റെയും നിഷ്കളങ്കതയുടെയും ഒരു കഥയാണ്. വലിയ അവകാശവാദങ്ങളില്ലാതെ തിയേറ്ററിലെത്തിയ ഒരു പടമാണ് കല്യാണമരം. മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള വൈകാരിക ബന്ധത്തെ വളരെ ലളിതമായി അവതരിപ്പിച്ച ഒരു ഫീൽ ഗുഡ് സിനിമയാണ് ഇതെന്ന് പറയാം. 1 മണിക്കൂർ 41 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള ഈ ചിത്രം ലാഗില്ലാതെ കണ്ടിരിക്കാവുന്ന ഒരു സിനിമയാണ്. ഒരു മലയോര ഗ്രാമത്തിലെ മല്ലിക എന്ന പെൺകുട്ടിയുടെയും അവൾ ജീവനായി സ്നേഹിക്കുന്ന ഒരു വലിയ മരത്തിൻ്റെയും കഥയാണിത്.
മല്ലിക ആ മരത്തെ തൻ്റെ ഉറ്റ സുഹൃത്തായിട്ടാണ് കാണുന്നത്. എന്നാൽ ഗ്രാമത്തിലെ ഒരു വിവാഹ ആവശ്യത്തിനായി ഈ മരം മുറിച്ചു മാറ്റാൻ തീരുമാനിക്കുമ്പോൾ ആ കൊച്ചു പെൺകുട്ടി നേരിടുന്ന പ്രതിസന്ധികളും അവൾ നടത്തുന്ന നിശബ്ദമായ പോരാട്ടവുമാണ് സിനിമയുടെ ഇതിവൃത്തം എന്ന് പറയുന്നത്. പ്രധാന ആകർഷണങ്ങൾ നോക്കുകയാണെങ്കിൽ ദേവനന്ദയുടെ പ്രകടനം തന്നെയാണ്. മാളികപ്പുറം എന്ന സിനിമയിലൂടെ നമ്മെ വിസ്മയിപ്പിച്ച ദേവനന്ദ മല്ലിക എന്ന വേഷം അതിമനോഹരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. മരത്തോടുള്ള ആ കുട്ടിയുടെ സംഭാഷണങ്ങളും സങ്കടങ്ങളും പ്രേക്ഷകരുടെ ഉള്ളുലയ്ക്കും എന്നതാണ് ശരി. ധ്യാൻ ശ്രീനിവാസൻ്റെ കഥാപാത്രം നോക്കുകയാണെങ്കിൽ സാധാരണ കാണുന്ന തമാശ വേഷങ്ങളിൽ നിന്നും മാറി സജിൻ ജോസ് എന്ന ഗൗരവമുള്ള എന്നാൽ സ്നേഹനിധിയായ കഥാപാത്രമായി ധ്യാൻ ശ്രീനിവാസൻ സ്ക്രീനിലെത്തുകയാണ്. ധ്യാൻ ദേവനന്ദ കെമിസ്ട്രി സിനിമയുടെ വലിയൊരു പ്ലസ് പോയിൻ്റാണ്. രാജേഷ് അമനക്കര എന്ന സംവിധായകൻ ഒരു ചെറിയ കഥയെ വളരെ റിയലിസ്റ്റിക്കായി സ്ക്രീനിലെത്തിച്ചിരിക്കുകയാണ്. വലിയ ആഘോഷങ്ങളില്ലാതെ പ്രകൃതിയെയും ഗ്രാമീണ ജീവിതത്തെയും സിനിമയിൽ ഒപ്പിയെടുത്തിട്ടുണ്ട്. മീര വാസുദേവ്, മനോജ് കെയു, പ്രശാന്ത് മുരളി എന്നിവർ തങ്ങളുടെ വേഷങ്ങൾ ഭംഗിയാക്കിയിട്ടുണ്ട്. സംഗീതം നോക്കുകയാണെങ്കിൽ അജയ് ജോസഫിൻ്റെ ഗാനങ്ങൾ സിനിമയുടെ മൂഡിന് അനുയോജ്യമാണ്. പ്രത്യേകിച്ചും പ്രകൃതിയുമായി ബന്ധപ്പെട്ട വരികളാണ് എഴുതിയിരിക്കുന്നത്. രാജേഷ് രാമൻ പകർത്തിയ ഗ്രാമീണ ദൃശ്യങ്ങൾ കണ്ണുകൾക്ക് നല്ലൊരു വിരുന്നാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇതിൻ്റെ പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ് നോക്കുകയാണെങ്കിൽ കുട്ടികൾക്കും കുടുംബങ്ങൾക്കും ഒരുപോലെ ആസ്വദിക്കാവുന്ന ക്ലീൻ യു സർട്ടിഫൈഡ് ചിത്രമാണിത്. ഇതിൻ്റെ കുറവുകൾ നോക്കുകയാണെങ്കിൽ ഒരു വലിയ കൊമേഴ്സ്യൽ സിനിമയുടെ പകിട്ടോ ട്വിസ്റ്റുകളോ ഇതിൽ പ്രതീക്ഷിക്കരുത്. ക്ലൈമാക്സ് അല്പം മുൻകൂട്ടി പ്രവചിക്കാവുന്നത് പോലെയൊക്കെ നമുക്ക് തോന്നിയേക്കാം. നിങ്ങളുടെ വീട്ടിലെ കുട്ടികളുമായി ധൈര്യമായി തിയേറ്ററിൽ പോയി കാണാവുന്ന ഒരു സിനിമയാണിത്. പ്രകൃതിയെ സ്നേഹിക്കാൻ കുട്ടികളെ പഠിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾക്ക് ഈ ചിത്രം ഒരു മികച്ച പാഠപുസ്തകം കൂടെയാണ്. ഈ സിനിമകൾക്ക് പിന്നാലെ ഇതാ ഒരു കംപ്ലീറ്റ് എൻ്റർടൈനറുമായി ഡെർബി എത്തിയിരിക്കുകയാണ്. ആക്ഷനും കോമഡിയും പ്രണയവും ഒത്തുചേരുന്ന ഡെർബിയെക്കുറിച്ചുള്ള ഒരു റിവ്യൂ ആണ് നമ്മൾ നോക്കുന്നത്. സ്പീഡും സ്പിരിറ്റും നിറഞ്ഞ ഒരു കംപ്ലീറ്റ് പാക്കേജാണ് ഡെർബി. മലയാളത്തിൽ അടുത്ത കാലത്ത് ഇറങ്ങിയതിൽ വച്ച് ഏറ്റവും സ്റ്റൈലിഷായ ഒരു ആക്ഷൻ കോമഡി ചിത്രമാണ് ഡെർബി. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ റേസിംഗിൻ്റെ പശ്ചാത്തലത്തിൽ പറയുന്ന ഈ ചിത്രം യുവാക്കളെയും കുടുംബങ്ങളെയും ഒരുപോലെ തന്നെ ലക്ഷ്യം വച്ചാണ് ഒരുക്കിയിരിക്കുന്നത്. ഒരു സാധാരണക്കാരനായ യുവാവ് തൻ്റെ സ്വപ്നമായ റേസിംഗ് ട്രാക്കിലെത്താൻ നടത്തുന്ന പരിശ്രമങ്ങളും അതിനിടയിൽ അവന് നേരിടേണ്ടി വരുന്ന പ്രണയവും ശത്രുതയുമാണ് സിനിമയുടെ ഇതിവൃത്തം. എന്നാൽ ഇതൊരു ഗൗരവമേറിയ സ്പോർട്ട് സിനിമയല്ല, മറിച്ച് തമാശകൾക്കും ആക്ഷനും തുല്യ പ്രാധാന്യം നൽകുന്ന ഒരു കൊമേഴ്സ്യൽ സിനിമയാണ്. സിനിമയുടെ രണ്ടാം പകുതിയിൽ നായികയുടെ കഥാപാത്രത്തിന് പ്രാധാന്യമേറുകയാണ്. സിനിമയുടെ ആദ്യ പകുതിയെ സജീവമായി നിലനിർത്തുന്നത് ഇതിലെ സൈഡ് ക്യാരക്ടേഴ്സ് കൈകാര്യം ചെയ്യുന്ന കോമഡികളാണ് എന്ന് പറയാം. സിറ്റുവേഷണൽ കോമഡികൾ പലയിടത്തും പൊട്ടിച്ചിരിപ്പിക്കുന്നുണ്ട്. സാങ്കേതിക വശങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ സിനിമയുടെ പ്രധാന ഹൈലൈറ്റ് തന്നെ ആക്ഷനാണ്. കാർ ബൈക്ക് ചേസിംഗ് സീനുകളൊക്കെ ഹോളിവുഡ് നിലവാരത്തിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഫാസ്റ്റ് നമ്പറുകളുണ്ട്. സിനിമയുടെ വേഗതയ്ക്ക് അത് വളരെ അനുയോജ്യമാണ് എന്ന് പറയാം. പശ്ചാത്തല സംഗീതം ആക്ഷൻ സീനുകളുടെ ആവേശം കൂട്ടുന്നുണ്ട്. കളർ ഗ്രേഡിങ്ങും സ്റ്റൈലിഷ് ഫ്രെയിമുകളും സിനിമയ്ക്ക് ഒരു പ്രീമിയം ലുക്ക് തന്നെ നൽകുന്നുണ്ട് സുഹൃത്തുക്കളെ. 2 മണിക്കൂർ 15 മിനിറ്റ് ബോറടിപ്പിക്കാതെ പോകുന്ന ഒരു സ്ക്രിപ്റ്റാണ് ഈ സിനിമയുടെ പ്രത്യേകത. മികച്ച വിഷ്വൽ എഫക്ട്സും സൗണ്ട് കൊറിയോഗ്രാഫിയും യൂത്തിനെ ആവേശം കൊള്ളിക്കുന്ന സംഭാഷണങ്ങളുമുണ്ട്. കുറവുകൾ നോക്കുകയാണെങ്കിൽ കഥയിൽ വലിയ പുതുമകളൊന്നും അവകാശപ്പെടാനില്ല എന്നതാണ്. സാധാരണ കാണുന്ന സ്ഥിരം ഫോർമുല സിനിമകളെ പോലെ തന്നെയുള്ള ഒരു പടമാണിത്. ചില വൈകാരിക രംഗങ്ങൾ അല്പം വലിച്ചു നീട്ടിയതായിട്ട് തോന്നിയിട്ടുണ്ട്. വലിയ ലോജിക്കുകളൊന്നും തിരയാതെ തിയേറ്ററിൽ ഫ്രണ്ട്സിനോടൊപ്പമോ ഫാമിലിയോടൊപ്പമോ ഒക്കെ പോയി അടിച്ചു പൊളിച്ച് കാണാൻ പറ്റിയ ഒരു സിനിമയാണ് ഡെർബി. ഈ ആഴ്ച റിലീസായ 3 പ്രധാന ചിത്രങ്ങളെക്കുറിച്ചുള്ള റിവ്യൂ ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചത്. നിങ്ങൾ ഏത് സിനിമയാണ് ഇതിൽ കണ്ടത് അല്ലെങ്കിൽ ഇനി കാണാൻ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തയാഴ്ച പുതിയ വിശേഷങ്ങളുമായി കാണുന്നതുവരെ ദിസ് ഈസ് പ്രവീൺ ശ്രീതങ്കം. ടേക്ക് കെയർ. ബൈ ബൈ.